കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 24, 46 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളിവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലേമിലേക്ക് മടങ്ങി. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ സമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രക്ഷാകര രഹസ്യം അതിൻ്റെ ഉച്ചകോടിയിലെത്തുന്ന ഒരു തിരുനാളായിട്ട് നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാളുകളിൽ മംഗളവാർത്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മംഗളമായൊരു യാത്ര പരിശുദ്ധ കന്യാമറിയം നടത്തി. അതാണ് സന്ദർശന തിരുനാൾ എന്ന് പറഞ്ഞ പോലെ. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മനുഷ്യാവതാരം തുടങ്ങി മംഗളകരമായൊരു യാത്ര നടത്തി അതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും ഈ സ്വർഗാരോഹണ തിരുനാൾ. പല വിശുദ്ധരും അവരതുപോലെ ജീവിച്ചത് കൊണ്ടാണ് അവർ മരിക്കാൻ കടന്നപ്പോഴത്തേക്കും അവരുടെ ഉറ്റവർ, ഉടയവർ, അതല്ലെങ്കിൽ സഭയിൽപ്പെട്ട മറ്റംഗങ്ങൾ, സമൂഹത്തിൽപ്പെട്ട മറ്റംഗങ്ങൾ അവരൊക്കെ വിളിച്ചു പറയായിരുന്നു, അയ്യോ മരിക്കരുതേ, ഞങ്ങൾക്ക് വേണം, ഇനിയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കണം. അങ്ങനെയെല്ലാം നന്നായിട്ട് ജീവിച്ച കാരണവന്മാരാണേലും മരിക്കാൻ കിടക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചിന്ത മക്കൾക്കുണ്ടായേക്കാം. മരിക്കാൻ കിടക്കുന്നവർ മക്കൾക്ക് ദൈവത്തെ കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ പ്രാർത്ഥന കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൂടെ പോയേക്കാം. അതല്ല, കുറേ സമ്പത്ത് സമ്പാദിച്ച് അവർക്ക് കൊടുത്ത് തിന്നാനും കുടിക്കാനും ഉള്ളത് കൊടുത്തു, ഇനി അതനുസരിച്ച് ജീവിച്ച വ്യക്തികളാണെങ്കിൽ ചിലപ്പം മരിക്കാതെ കിടന്നാൽ അവർക്കൊരു ഭാരമായിട്ട് തോന്നിയേക്കാം. നമ്മൾ കാണുന്നുണ്ട്, യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ നിശ്ചയമായിട്ടും അവർക്കൊരു സങ്കടം വരേണ്ടതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അവന് മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഒരു ദുഃഖം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഉത്ഥാനം ചെയ്തപ്പോൾ ആ ദുഃഖം സന്തോഷമായി മാറി. അപ്പം അതിലിങ്ങനെ മുഴുകിയിരിക്കണം, അത് പോകാതിരിക്കണം എന്നുള്ള ചിന്ത ആർക്കും വരാം. പക്ഷെ നമ്മൾ കണ്ടൊരു കാര്യം, കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഒരു വിഷമത്തോടു കൂടിയൊന്നുമല്ല. കർത്താവിൻ്റെ സ്വർഗാരോഹണം ശിഷ്യന്മാർ ഏറ്റെടുത്തത് വിഷമത്തോടു കൂടിയൊന്നുമല്ല. അവരത്യന്തം സന്തോഷിച്ച് ദൈവത്തെ ആരാധിച്ചു എന്നുള്ളത് നാം വായിച്ചു കേട്ട ഒരു കാര്യമാണ്. ക്രിസ്തീയ ജീവിതം നമ്മൾ പഠിക്കേണ്ടതുപോലെ പഠിച്ച് എടുക്കേണ്ടതുപോലെ എടുത്ത് ജീവിക്കുകയാണെങ്കിൽ ഒരവസ്ഥയിലും നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല, നിരാശപ്പെടേണ്ടി വരില്ല. എപ്പോഴും നമ്മെ പ്രത്യാശ ഭരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്? ഇതേ ചോദ്യം നമ്മൾ ചോദിക്കണം. എന്തിനാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്? രണ്ടിനും ഒരേ ഉത്തരവായിരിക്കും. എന്തിനാണ് കർത്താവ് മനുഷ്യാവതാരം ചെയ്തത്? 1 തീമോത്തി 1:15 വായിച്ചാൽ, യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്.
യേശു എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തത്? പാപികളെ രക്ഷിക്കാൻ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എപ്പോഴെങ്കിലും വിദേശത്ത് പോകാനുള്ള ഒരു തടസ്സം മാറി കിട്ടാനോ, രോഗം വരുമ്പോൾ ഒരു സൗഖ്യം കിട്ടാനോ, കടബാധ്യതയൊന്ന് മാറിക്കിട്ടാനോ അതിനുവേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതിനുവേണ്ടി മാത്രമാണെങ്കിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം നമ്മളിൽ നിറവേറാതെ പോകും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. ഇതാണ് പൗലോസ്ലീഹ നമ്മെ അടിവരയിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇത് പഠിക്കാതെ നമുക്ക് മറ്റു പല നേട്ടങ്ങളുണ്ടായി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. യേശു സ്വർഗാരോഹണം ചെയ്തത് എന്തിനു വേണ്ടിയാണെന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കി. ഞാൻ ചെന്നിട്ട് നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവാം. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ തല എവിടെ എത്തിയോ ശിരസ് അവിടെ എത്തിക്കോളും. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് പഠിപ്പിച്ചിരുന്നത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, യേശു ദുഃഖത്തോടെയൊന്നുമല്ല സ്വർഗാരോഹണം ചെയ്തത്. വേണമെങ്കിൽ അവന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ചിലർ 25 വർഷം മുമ്പ് 30 വർഷം മുമ്പുണ്ടായ ചില കാര്യങ്ങൾ അതും പറഞ്ഞ് ഇപ്പോൾ ദീർഘശ്വാസം വിട്ടുകൊണ്ടിരിക്കുക. അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ മക്കൾ എന്നോട് അങ്ങനെ കാണിച്ചു, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ തിരിഞ്ഞു കൊത്തി, എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് വേണമെങ്കിൽ കർത്താവിന് പറയാൻ മേലായിരുന്നു. ഞാൻ വന്നിട്ട് ഞാൻ ഒരിക്കൽ പോലും ഒരു തെറ്റ് ചെയ്തില്ല, ഒരു പാപം ഞാൻ ചെയ്യാൻ മുതിർന്നില്ല, ഞാൻ നന്നായിട്ട് ജീവിച്ചു. പക്ഷെ അവരെല്ലാവരും എന്നെ പിടിച്ച് ജയിലിലിട്ടു, കുരിശെ കയറ്റി, ചെയ്യാവുന്ന ഉപദ്രവം എല്ലാം ചെയ്തു. ഇതും പറഞ്ഞുകൊണ്ടാണോ കർത്താവ് മരിച്ചതോ ഉത്ഥാനം ചെയ്തതോ സ്വർഗാരോഹണം ചെയ്തതോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യേശുവിൽ നിന്നും നമ്മൾ പഠിക്കണം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പണിതുയർത്തേണ്ട 4 പ്രധാനപ്പെട്ട തൂണുകളുണ്ട്. എൻ്റെ മുമ്പേ ഇരിക്കുന്ന ഈ ക്യാമറ ഇരിക്കുന്നത് 3 കാലയില എന്ന് പറഞ്ഞ പോലെ 4 തൂണുകളിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ പണിതുയർത്തേണ്ടത്. ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ മനുഷ്യാവതാരം. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് അറിയാം. രണ്ടാമത്തെ കാര്യമാണ് യേശു മരിക്കുന്നതിന് മുമ്പ് ചെയ്തൊരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എന്തിനാ? വിശ്വാസികളായ നമുക്ക് ലോകാവസാനം വരെ തൻ്റെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി. യേശു ജീവിച്ചിരുന്നപ്പോൾ അവനെ ആദരിച്ചതുപോലെ ഇന്ന് വിശുദ്ധ കുർബാനയെ ആദരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ. കാരണം യേശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവന് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവനാണ്. അവൻ്റെ കൃപയും സമാധാനവും നാം ദർശിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:14 നമുക്ക് നൽകുന്ന കാതലായ സന്ദേശം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ യേശുവിൻ്റെ സാന്നിധ്യം തുടരാൻ വേണ്ടി കർത്താവ് സ്ഥാപിച്ചതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാഡ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ കുർബാനയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സ്വർഗം. വിശുദ്ധ കുർബാനയേക്കാൾ വലുതെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഏക കാര്യം സ്വർഗം. രണ്ടിൻ്റെയും പിന്നിൽ ഒരു കണക്റ്റിംഗ് ലിങ്കായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് യേശു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവന് സ്വർഗത്തിന് നമ്മെ യോഗ്യരാക്കി തൻ്റെ പാഠപീഠയിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ ആ സ്വർഗത്തിൽ നമുക്ക് ഒരു വാസസ്ഥലം അവൻ ഒരുക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വർഗാരോഹണം. എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നാലാമതൊരു കാര്യം കൂടിയുണ്ട്, യേശുവിൻ്റെ 2ാം വരവ്. ഇത് പ്രതീക്ഷിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിൻ്റെ 2ാം വരവ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഹൃദയസ്പർശിയായ ആ വായന അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? അല്ലയോ ഗലീലിയരെ, നിങ്ങൾ എന്തിനിങ്ങനെ മുകളിലോട്ട് നോക്കി നിങ്ങളിങ്ങനെ നിൽക്കുന്നു? നിങ്ങൾ കണ്ടല്ലോ ഇപ്പം യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്.
ഇതുപോലെ തന്നെ അവൻ തിരിച്ചു വരും. അവൻ്റെ രണ്ടാം വരവ് അത് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഹൃദയത്തിൽ ഉറപ്പിക്കാം, അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം. ആ ഒരു സന്ദേശമാണ് അവിടെ നിന്ന് വ്യക്തികൾക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം പുഷ്ടിപ്പെടുത്താൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ ഈ വചനത്തെ സ്നേഹിച്ചും ആദരിച്ചും നമുക്ക് ജീവിക്കാൻ സാധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ പ്രണയിക്കണം. നമുക്കറിയാമല്ലോ, വളരെ ചെറുപ്പത്തിലെ മരിച്ച് വിശുദ്ധനായ അക്വിറ്റസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു നേട്ടമുണ്ടെന്ന്, കത്തോലിക്കർക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു നേട്ടമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, കെട്ടിപ്പിടിക്കാൻ ഒരൾത്താരയും പൊട്ടിക്കരയാൻ ഒരു കുമ്പസാരക്കൂടുമുണ്ട്. അത് വലിയൊരു നേട്ടമാണെന്ന്. ഇന്നെത്ര കത്തോലിക്കര് ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് കണ്ട് പ്രയോജനപ്പെടുത്താറുണ്ട്. അൾത്താരയെ കെട്ടിപ്പിടിച്ചുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെ പ്രണയിച്ചുള്ള ജീവിതം. ഒരു പാപം ചെയ്യാൻ ഇടവന്നെങ്കിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞ് ഒരു കുമ്പസാരം നടത്താനുള്ള അവസരം നമുക്ക് ഇല്ലായ്കയുള്ളതുണ്ടോ? നമുക്ക് ഇഷ്ടംപോലെ അവസരം അതിനുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പുഷ്ടിപ്പെടുന്നില്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യം? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവപൂർവ്വം എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള സന്തോഷം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുക. വിശുദ്ധരായി ജീവിച്ചവരാരും അവരെ തീയിലേക്ക് എറിഞ്ഞിട്ടും അവിടെ കിടന്ന് പൊട്ടിക്കരയുമല്ല ചെയ്തത്. അവരാനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ചു. അവരൊക്കെ പൊട്ടിക്കരഞ്ഞത് സഹനത്തിൻ്റെ മുമ്പിലല്ല, പാപത്തിൽ വീഴാൻ ഇട വന്നപ്പോഴാണ്. അത് ചില വിശുദ്ധരൊക്കെ ചെറിയൊരു കാര്യം, ഒരു അത്തിപ്പഴം പറിച്ച് ആരും കാണാതെ അതിന് മരണം വരെ കരഞ്ഞ വിശുദ്ധരുണ്ട്, അനുദപിച്ച്. അവരൊക്കെ പൊട്ടിക്കരഞ്ഞത് അവർക്ക് എന്തെങ്കിലും ശരീരത്തിനൊരു വേദന വന്നപ്പോഴോ സാമ്പത്തികമായൊരു നഷ്ടം വന്നപ്പോഴോ അല്ല, പാപത്തിന് മുമ്പിൽ. നമുക്കറിയാമല്ലോ, ദൈവം കരയുന്ന രണ്ട് രംഗങ്ങളേ ഉള്ളൂ. ഒന്ന്, മനുഷ്യൻ പാപം ചെയ്യുന്നത് കാണുമ്പോൾ, പാപജീവിതം കാണുമ്പോൾ. രണ്ടാമതൊന്ന്, മനുഷ്യൻ്റെ ദുരിതം, വേദന കാണുമ്പോൾ. അവിടെയാണ് ദൈവത്തിൻ്റെ ഉള്ളു കരയുക. നമ്മളൊക്കെ സാധാരണ കരയാറുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേദന ഉണ്ടാകുമ്പോൾ അത് കണ്ടാണോ, അതോ ഇനി അത് കാണുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ ഒരു സന്തോഷം വരുവാണോ? അതേ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ പോലും ബലി കഴിച്ചവനാണ്. അതുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു സ്ഥാനത്തേക്ക് ദൈവം അവനെ ഉയർത്തിയത് എന്ന് നമുക്കറിയാം. ഫിലിപ്പിയർ 2-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, കുരിശുമരണത്തോളം അവൻ അനുസരണമുള്ളവനായി. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഇത് തന്നെയാണ് ഈ ശിരസിന് സംഭവിച്ചതാണ് ശരീരത്തിന്, ഉടലിന് സംഭവിക്കേണ്ടത്. നമ്മളെല്ലാവരും ചേർന്നാണ് യേശുവിൻ്റെ ഉടലായി മാറുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി, ആ ലക്ഷ്യത്തിൽ എത്താനുള്ള വഴി ഏതെന്ന് മനസ്സിലാക്കി ആ വഴിയെ പോകാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏതാനും ദിവസങ്ങൾ കൂടിയുള്ളൂ. അടുത്ത ഞായറാഴ്ച നമ്മൾ പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കും. അപ്പം അതിന് ഈ ദിവസങ്ങളൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഗതിമാറ്റിയ സംഭവമാണ് ആദ്യത്തെ പന്തക്കുസ്ത. പൗലോസാകാനുള്ള കാരണം അപ്പസ്തോല പ്രവർത്തനം 9:9 പറഞ്ഞിട്ടുണ്ട്. ഒരു 3 ദിവസം വേറൊന്നും കാണാതെ, ഒന്നും ഭക്ഷിക്കാതെ, ഒന്നും പാനം ചെയ്യാതെ ഒരു 3 ദിവസം ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിച്ചു. അവൻ സാവോളായിരുന്നവൻ പൗലോസായിട്ടാണ് തിരിച്ചു വന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ജീവിതം മാറാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പുതിയ പന്തക്കുസ്ത. അതിനുള്ള ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും യാചിക്കുകയും ചെയ്യാം.